الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص. الحمد لله الذي شرع لنا عيد الأضحى. الحمد لله الكبير المتعالي. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد. اللهم بارك لنا إبراهيم وآله. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ നിഖിലവും പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ജുമാകളിൽ പതിവായി ഉണർത്തുന്നത് പോലെ ഈ ഈദ് സുദിനത്തിലും ആദ്യമായി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ഈ ഈദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം തന്നെ ആയിരിക്കണം ഇതിലും കാഴ്ചവെക്കേണ്ടതെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈദുൽ അദ്ഹ ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധിച്ചുള്ള ഖുതുബക്കുമായി എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ആദ്യമായി ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സ്മരണയിലാണ് ഈ ഈദ് മുസല്ലയിൽ നമ്മളും ലോകത്ത് ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും. മാത്രമല്ല, ഹജ്ജിനായി വിശ്വാസികളുടെ പ്രതിനിധികളായി എത്തിയിട്ടുള്ള ഹാജിമാർ, അവരും ആ കർമ്മങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമെ സ്മരിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ താഴ്വരയിൽ കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ത്യാഗവും സമർപ്പണവും സൃഷ്ടാവിനോടുള്ള സ്നേഹവും എന്തെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് നമ്മൾ അയവിറക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് ജീവിതത്തിൽ ഇത്രമേൽ സ്മരിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, വ ഇബ്രാഹിം അല്ലസീ വഫ. ഇബ്രാഹിം അലൈഹിസ്സലാം
കടമകൾ നിറവേറ്റിയിട്ടുള്ള വ്യക്തിത്വമാകുന്നു എന്നുള്ളതാണ്. 4-ാം അധ്യായം സൂറത്ത് നിസ്സാ 125 അല്ലാഹു തആല പറയുന്നു, വത്തഖദല്ലാഹ ഇബ്രാഹീമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയെ തന്റെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 120-ാമത്തെ ആയത്തിൽ, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ഭക്തിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല, ഒരു സമുദായമായിരുന്നു. ഋജുമനസ്കനായി അല്ലാഹുവിലൊന്നും പങ്കു ചേർക്കാതെ മുശ്രിക്കീങ്ങളിൽ പെടാതെ ജീവിച്ചു പോയ വ്യക്തിത്വമായിരുന്നു എന്ന് അല്ലാഹു തആല വിശദീകരിക്കുന്നു. സൂറത്തുൻ നഹ്ലിൽ തന്നെ 121 അല്ലാഹു തആല വീണ്ടും പറയുന്നു, ശാക്കിറൻ ലിഅൻഉമിഹി. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിച്ച് ജീവിച്ചവനായിരുന്നു എന്ന് നമുക്ക് കാണാം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 124 അല്ലാഹു തആല പറയുന്നു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം അലൈഹിസ്സലാമെ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും നേതാവാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ തന്നെ 130 അല്ലാഹു തആല പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധനായി പരിശുദ്ധമുള്ള വ്യക്തിത്വമായി ഈ ലോകത്തും പാരത്രിക ലോകത്തും ഇബ്രാഹിം അലൈഹിസ്സലാമെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. സൂറത്ത് സാഫാത്ത് 37-ാം അധ്യായം 108-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതറക്കനാ അലൈഹി ഫിൽ ആഖിരീൻ. പിന്നീടുള്ള ഭാവി തലമുറകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ചുള്ള സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ 33-ാമത്തെ വചനം അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആലി ഇബ്രാഹീമ വആലി ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഏറ്റവും ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. 19-ാം അധ്യായം സൂറത്തുൽ മർയം 41 അല്ലാഹു തആല പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പ്രസ്താവിച്ചത് എപ്രകാരമാണ്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. അദ്ദേഹം സത്യസന്ധനായ പരമസത്യവാനുമായ ഒരു പ്രവാചകനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ 51 അല്ലാഹു തആല പറയുന്നു, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് മുമ്പ് തന്നെ വിവേകം തന്റേടം നൽകിയിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. സൂറത്ത് മുൻതഹിന 60-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വിശ്വാസികളോടായിക്കൊണ്ട് പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നല്ലതായ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഇത്രയും പ്രത്യേകതകൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ എങ്ങനെയാണ് പിൻപറ്റണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഇത്രയും പ്രത്യേകതയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമയെ പിൻപറ്റണമെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം. വലഖദ് സദ്ദഖല്ലാഹു ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. പ്രവാചകരെ, അങ്ങ് പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയിരിക്കുന്നു, സത്യമായി പറഞ്ഞിരിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശുദ്ധമനസ്കനായ നിലയിൽ അദ്ദേഹത്തിന്റെ മാർഗം പിൻപറ്റുവാൻ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾപ്പെട്ട ആളായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് അവകാശവാദങ്ങൾ ലോകത്ത് മുഴുവൻ സമുദായങ്ങളും വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജൂതർ ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളുടെ ആദർശ പിതാവാണ് എന്ന് പറയുന്നു. ക്രൈസ്തവർ തങ്ങളുടെ ആദർശ പിതാവാണ് എന്ന് പറയുന്നു.
മക്കയിലെ മുശ്രിക്കീങ്ങളും തങ്ങളുടെ പിതാവാണ്, തങ്ങളുടെ ആദർശ പിതാവാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ ക്രൈസ്തവനോ ആയിരുന്നില്ല. അദ്ദേഹം ശുദ്ധ മനസ്കനും അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിമുമായിരുന്നു. അദ്ദേഹം മുശ്രിക്കീങ്ങളായ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ്. ത്യാഗനിർഭരമായ ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമയുടേതും അവിടുത്തെ കുടുംബത്തിൻ്റെതും. പ്രിയപ്പെട്ടവരെ, ത്യാഗമെന്ന വാക്ക് നമുക്ക് സുപരിചിതമായ വാക്കാണ്. നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്ന വാക്കാണ്. കുടുംബത്തിനും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വേണ്ടി ത്യാഗം ചെയ്യുന്ന നമ്മുടെ ജീവിതയാത്രകളിൽ അത്തരം ത്യാഗങ്ങൾ നിത്യ കാഴ്ചകളാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി, അവന്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് വേണ്ടി ജീവിതത്തിലെ മോഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ത്യാഗങ്ങളുടെ നിറക്കാഴ്ചയായി ആദർശ പിതാവിന്റെ കുടുംബവും ജീവിതം മൊത്തവും അപ്രകാരം തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം. ആരാരുമില്ലാത്ത മക്കയുടെ മണലാരണ്യത്തിൽ ചോര പൈതലിനെയും പേറ്റുനോവ് മാറാത്ത മാതാവിനെയും തനിച്ചാക്കിയത് അത് അവിടുത്തെ ത്യാഗമായിരുന്നു. എന്തിനും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പ്രഖ്യാപനമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മകൻ ഇസ്മായിൽ എന്ന പൊന്നുമോനെ അറുക്കുവാനായി തയ്യാറായതും ത്യാഗ സന്നദ്ധതയുടെ ഭാഗമായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്ന ഓരോ പരീക്ഷണങ്ങളും അദ്ദേഹം മനോഹരമായി അതിജീവിച്ചു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ നിലക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഉയരുവാൻ സാധിച്ചത്? തന്റെ ആയുസ്സും ആരോഗ്യവും പടച്ച റബ്ബ് നൽകിയതാണ്. അവന്റെ ഇഷ്ടത്തിനും പ്രീതിക്കുമായി സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് അവനോടുള്ള ബാധ്യത നിർവഹിക്കേണ്ടതെന്ന തിരിച്ചറിവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയെ ത്യാഗപൂർണമായ മുഹൂർത്തങ്ങൾ കൊണ്ട് ഇതിഹാസം തീർക്കുവാൻ പ്രാപ്തനാക്കിയത് എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സമർപ്പിതമായ ജീവിതം, ത്യാഗപൂർണമായ ജീവിതം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കണേ, അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങണേ, അല്ലാഹുവിലേക്ക് കീഴ്പ്പെടണേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവിങ്കലേക്ക് സർവ്വതും സമർപ്പിച്ച് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. ആദർശ പിതാവായ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട നിലപാടായിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പരിചയപ്പെടുത്തിയത്. മറിച്ച് ഇബ്രാഹിം ഈ മില്ലത്ത് പിൻപറ്റുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള സകലരും അനുവർത്തിക്കേണ്ട ജീവിത പാഠമാണത്. സർവ്വതും റബ്ബിങ്കിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത്, റബ്ബിന്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നിലപാടാണ്. യാ അയ്യുഹല്ലസീന ആമനൂ ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിച്ചു കൊള്ളുക. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ പാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും അള്ളാഹുവിങ്കിലേക്ക് സമർപ്പിച്ച്, അള്ളാഹുവിങ്കിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് ജീവിച്ചു കൊള്ളുക എന്ന് നമ്മളോട് അല്ലാഹു തആല പറയുകയാണ്. ലഹരിയില്ലാതെ, അവിഹിത ബന്ധങ്ങളില്ലാതെ, പലിശയില്ലാതെ, സാമ്പത്തിക തട്ടിപ്പുകളില്ലാതെ, അതിക്രമ കൊലപാതകങ്ങളില്ലാതെ സമ്പൂർണമായ സമർപ്പണവും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ജീവിതത്തിൽ കാണിക്കേണ്ടത്. നമസ്കാരത്തിലും സക്കാത്തിലും സൂക്ഷ്മതയിലുള്ള വേഷവിധാനങ്ങളിലും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന സമ്പൂർണമായ സമർപ്പണമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്നത്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മൾ ഉയർത്തേണ്ട നിലപാട്, നമ്മൾ ഉയർത്തേണ്ട മുദ്രാവാക്യം ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിങ്കിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണേ എന്നുള്ളതാണ് ബലിപെരുന്നാളിന്റെ ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ. ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല നിലക്കുമുള്ള മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിന്റെ ഒരു ജംഗ്ഷനായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ സ്വത്വങ്ങളും മായ്ച്ചു കളയുവാനുള്ള പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾ
സിനിമകളായി, നിയമ ഭേദഗതികളായി, കലാലയ അന്തരീക്ഷങ്ങളായി, വിഷലിപ്തമായ പ്രചരണങ്ങളായി. എത്രത്തോളം എന്നാൽ വർഗീയ വിഭജന സാധ്യതകളെ തേടുന്ന ദുഷ്ടമനസ്സുകൾ പത്തിവിടർത്തിയാടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും ഒരു സമുദായത്തിന്റെ വീര്യവും ആവേശവും ചോർത്തുവാനുള്ള ഹീനമായ പരിശ്രമങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു വാചകമുണ്ട്. ആ വാചകമാണ് നാം ഓരോരുത്തരും ഈ ഈദ് സുദിനത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമെ ഓർക്കുന്നതോടൊപ്പം ഓർക്കേണ്ടത്. സമുദായം ഭൗതികമായ വിഭവങ്ങളുടെയും വിനോദങ്ങളുടെയും ഹറാമായ സമ്പാദ്യങ്ങളുടെയും പിന്നാലെ പോയി ബാധ്യതകൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈക്കും സുല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിന്യത ചൊരിയുമെന്നുള്ളതാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിക് കാഴ്ചപ്പാടുകൾക്ക് പിന്നിൽ എന്താണ് എന്നുള്ളത് നാം ആലോചിക്കണം. നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ച ഹറാമായ ചിന്തകളും ഹറാമായ ചെയ്തികളും ഇസ്ലാമിന് വിരുദ്ധമായ പടച്ചറബിന് നിരക്കാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത ചെയ്തികളും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിന്യതകൾ നമ്മൾ അനുഭവിക്കുന്നത്. ഈ നിന്യതകളിൽ നിന്നും പരിഹാരം വേണോ? അതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മാറുന്നത് വരെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിന്യത ഊരിയെടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചു പിടിക്കുവാനുള്ള അവസരവും ഓർമ്മപ്പെടുത്തലുമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത്. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അതെനിക്ക് ചേരുന്നില്ല, അതെനിക്ക് യോജിക്കുന്നില്ല, അത് ഈ കാലത്തിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുവാൻ, തടയുവാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറു മിൻ അംരിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായം വിശ്വാസിക്കില്ല എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തെയാണ് ഓർക്കുന്നത്. അവിടെ നിന്ന് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ശിരസാവഹിച്ച് ജീവിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ജീവിതത്തെ ഓർത്തുകൊണ്ടാണ് ഹാജിമാർ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ് എന്നുള്ള മന്ത്രധ്വനികൾ ഉയർത്തിക്കൊണ്ടാണ് ഹറമിലും അറഫയിലും മുസ്ദലിഫയിലും മിനായിലും കയറി ഇറങ്ങുന്ന ഹാജിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാജിമാർ അത്തരത്തിലുള്ള പ്രവർത്തികളിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ആ തക്ബീർ ധ്വനികൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഹജ്ജിന്റെ വേളകളിലെ പ്രാർത്ഥനകളിൽ ഒരു വരി പോലും ഇബ്രാഹിം നബിയോടുള്ള തേട്ടമില്ല. അതേപോലെ മരണപ്പെട്ടു പോയ നബിമാരോട്, വലിയമാരോട്, ബീവിമാരോട്, സ്വാലിഹീങ്ങളോടുള്ള ഒരു ദുആയും ഹജ്ജിലില്ല, ഈദിലില്ല, വിശ്വാസിയുടെ ജീവിതത്തിലില്ല. വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു ദുആ പോലും, ഒരു പ്രാർത്ഥന പോലും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള വിവിധ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു ദുആ പോലുമില്ല, ഒരു പ്രാർത്ഥന പോലുമില്ല, ഒരു സഹായതേട്ടം പോലുമില്ല. ലോകം നിയന്ത്രിക്കുന്നത് വലിയമാരും ഖുതുബുമാരും ഗൗസുമാരുമാണെന്ന പിഴച്ചൻ ശിർക്കൻ വിശ്വാസങ്ങൾ പാടിയും ചൊല്ലിയും പഠിപ്പിക്കുന്ന കാലത്ത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ സഹായത്തിനായി അല്ലാഹു അല്ലാത്തവർ ഉണ്ടെന്ന വിശ്വാസം നെഞ്ചിലേറ്റുന്ന സമൂഹത്തിൽ അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റെ ആശയത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അത് പ്രതിനിധാനം ചെയ്യുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ ഈദിന്റെ സുദിനത്തിൽ ഇബ്രാഹിമി മില്ലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുള്ള ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്കുള്ള ഊർജവും ആവേശവും അതാവട്ടെ എന്ന് പറയുന്ന സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ഇജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമൂൻ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഏറ്റവും നല്ല ജിഹാദ് അത് നിങ്ങളുടെ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന ജിഹാദാണ്. അവരാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകുവാൻ
കാരണമായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ജിഹാദിന്റെ പേരിൽ ഇസ്ലാമിനെ പല ആവർത്തി പരിഹസിക്കുന്ന, പല ആവർത്തി കുറ്റപ്പെടുത്തുന്ന കാഴ്ചകൾ മാധ്യമങ്ങളിൽ ഇന്നും എന്നും കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരു അജണ്ടയായി മുതലാളിത്ത രാഷ്ട്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല ജിഹാദായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അങ്ങനെ ജിഹാദ് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജിഹാദാണ്. ആ ജിഹാദിൽ, ആ ജീവിതത്തിൽ ഒരു വേള പോലും വാളുകൊണ്ടുള്ള ഒരു യുദ്ധമില്ല, ബോംബ് കൊണ്ടോ തോക്കുകൊണ്ടോ ഉള്ള ആയുധങ്ങൾ കൊണ്ടോ ഉള്ള ഒരു ആയുധ മത്സരങ്ങളോ ആയുധ പോരാട്ടങ്ങളോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രചാരങ്ങൾ വരുമ്പോ അത്തരം പ്രചാരകരോട് ഈ ജീവിതത്തെ ഉയർത്തി കാണിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് നാം ആലോചിക്കണം, നാം ചിന്തിക്കണം. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു സുദിനത്തിൽ നമ്മൾ ഈ സുദിനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമെ ഓർക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനകളെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എന്റെ രക്ഷിതാവേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട, സജ്ജനങ്ങളിൽപ്പെട്ട, സദ്വൃത്തികളിൽപ്പെട്ട ഒരാളെ പുത്രനായി മകനായി എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വാലിഹീങ്ങളായ മക്കളായി മാറ്റണേ എന്ന് എത്ര കണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. മക്കളുടെ ഭാവിക്കായി പ്രാർത്ഥിക്കാറുണ്ട്, സാമ്പത്തിക ഭദ്രതക്കായി പ്രാർത്ഥിക്കാറുണ്ട്, പല നിലക്കും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന എത്ര കണ്ട് നമ്മൾ ഉരുവിടുന്നുണ്ട് എന്നുള്ളത് നാം ആലോചിക്കുക. ലിബറലിസത്തിന്റെ കെട്ടകാലത്ത് നമ്മുടെ മക്കൾ കലാലയങ്ങൾ കയറി ചെന്ന് മതത്തിന്റെ മേൽക്കുപ്പായങ്ങൾ മാറ്റി നാസ്തികതയുടെയും നവനാസ്തികതയുടെയും ലോകത്തിലേക്ക് പോകുമ്പോ ആ മക്കൾക്ക് ഇബ്രാഹിമി മില്ലത്ത് പഠിപ്പിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആദർശം പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടുന്ന് പ്രചാരണം ചെയ്ത തൗഹീദ് കളങ്കമില്ലാതെ പറയുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. ആ ലിബറലിസത്തിന്റെ കെട്ടകാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തനി തോന്നിവാസം ചെയ്ത് ജീവിച്ചവനായിരുന്നില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം മൈ ലൈഫ്, മൈ ചോയ്സ്, മൈ ബോഡി, മൈ റൂൾസ് എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ലൈനുകൾ ഇടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ ഡ്രസ്സും നമ്മുടെ വസ്ത്രവും അതേപോലെ നമ്മുടെ അലങ്കാരവും നമ്മുടെ ഇഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തന്നിഷ്ടത്തിന് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇന്നിന്റെ തലമുറ എന്നുള്ളത്. തന്നിഷ്ടത്തിന് അപ്രകാരം ജീവിക്കാൻ പുറപ്പെടുന്ന യുവാക്കളെ, യുവതികളെ, കൗമാരക്കാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ നമ്മളൊന്ന് ആലോചിക്കുക. നമുക്ക് ഈ ജീവിതം നൽകിയത് ആരാണ്? ഏതുപ്പയുടെ മകനായി മകളായി ജനിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളല്ല. നമ്മുടെ ചോയ്സ് അല്ല നമ്മുടെ ജനനം. നമ്മുടെ ചോയ്സ് അല്ലാത്ത ഈ ജീവിതത്തിൽ നമ്മുടെ റൂൾസുമാകരുത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത് അള്ളാഹുവിന്റെ റൂൾസ് ആകണം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മറ്റൊരു പ്രാർത്ഥന വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ. അതാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ. ഇവിടുത്തെ താമസക്കാരിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായികനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു തആല തിരുത്തുകയാണ്, ഖാല വമൻ കഫറ. കായികനികളും ഈ ലോകത്തെ വിഭവങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കും കൂടിയുള്ളതാണ് എന്ന് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി, ജീവിക്കുന്ന മണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ആ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ ലക്ഷോപലക്ഷം ഹാജിമാർ അവിടെ ഹജ്ജ് ചെയ്യുമ്പോ ഒരു പ്രയാസവുമില്ലാതെ മുസ്ദലിഫയിലും മിനായിലും അതേപോലെ അറഫയിലുമൊക്കെ ഒത്തുകൂടുമ്പോ ഒരു പ്രയാസവുമില്ലാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മെട്രോ പദ്ധതികളും അതേപോലെ ഹെലികോപ്റ്റർ സംവിധാനങ്ങളും ആ രാജകുടുംബം, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഹാജികൾക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ഒരുക്കി കൊടുക്കുമ്പോ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം, ഓർക്കണം. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരായിരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ആ മദീനയും മക്കയും എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ളതാക്കി മാറ്റണേ റബ്ബേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ, നമ്മുടെ പ്രിയപ്പെട്ട മണ്ണിനെ, നമ്മുടെ പ്രിയപ്പെട്ട നാടിന് വേണ്ടി, അതിന്റെ ഐക്യത്തിനും അതിന്റെ സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കുവാൻ ചില ആളുകൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. മുസ്ലിമീങ്ങളെയും വിശ്വാസികളെയും ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല. ഞങ്ങളുടെ പൂർവികരുടെ ചരിത്രം പഠിച്ചാൽ തന്നെ എന്താണ് ഈ സമുദായത്തിന്റെ, മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹമെന്ന് നിങ്ങൾക്ക് വായിക്കാൻ അറിയും. മൗലാന അബുൽ കലാം ആസാദും അതേപോലെ അലി ജൗഹറും പോലെയുള്ള, വാരിയൻ കുന്നത്ത് പോലെയുള്ള എത്രയോ പൂർവീകരായ ആലി മുസ്ലിയാരെ പോലെയുള്ള, മമ്പറന്തങ്ങളെ പോലെയുള്ള എത്രയോ പൂർവീകരായ ആളുകൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ മണ്ണിന് വേണ്ടി പോരാടിയവരാണ്. അതുകൊണ്ട് ഈ സമുദായത്തെ, ഈ മുസ്ലിമീങ്ങളെ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തി രാജ്യസ്നേഹമില്ല എന്ന് പറഞ്ഞ് രാജ്യദ്രോഹികളായി മുദ്രകുത്താമെന്ന് അത്തരത്തിലുള്ള ആളുകൾ വ്യാമോഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇബ്രാഹിമി മില്ലത്ത് നമ്മെ ഉണർത്തുന്നത്. ആ പ്രാർത്ഥനകൾ, രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പുതുവസ്ത്രം അടിഞ്ഞുകൊണ്ട് ഈ ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നു. നമ്മൾ ഇനി വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പുതുവസ്ത്രം പോലും ഇല്ലാതെ എന്താണ് കഴിക്കുവാനുള്ളത് എന്നറിയാതെ ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, അവർ അനുഭവിക്കുന്ന വേദനകളുണ്ട്. എന്താണ് നാളെ സംഭവിക്കുക എന്നറിയാതെ ആരോ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണപ്പൊതികൾക്കായി തമ്മിൽ തല്ലുന്ന, അതല്ലെങ്കിൽ അത്തരത്തിൽ മത്സരിക്കുന്ന ഫലസ്തീനികളായ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെ ഓർക്കാതെ ഈ ഈദ് ദിനത്തിൽ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത് നമുക്ക് കാണിച്ചു തന്നത് പ്രാർത്ഥനകളുടെ ജീവിതമാണ്. അവിടുന്ന് കടന്നുപോയ മണ്ണാണ് ഫലസ്തീൻ. പ്രവാചകന്മാർ കടന്നുപോയ മണ്ണാണ് ഫലസ്തീൻ. ഈസാ അലൈഹിസ്സലാം കടന്നുപോയ മണ്ണാണ് ഫലസ്തീൻ. യാക്കൂബ് അലൈഹിസ്സലാം കടന്നുപോയ മണ്ണാണ് ഫലസ്തീൻ. അതേപോലെ ഇസ്ഹാഖ് അലൈഹിസ്സലാം കടന്നുപോയ ജീവിച്ച മണ്ണാണ് ഫലസ്തീൻ. മൂസ അലൈഹിസ്സലാം കൊതിച്ച മണ്ണാണ് ഫലസ്തീൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് കടന്നുപോയ മണ്ണാണ് ഫലസ്തീൻ. അത് വിശ്വാസികളുടെ മണ്ണാണ്. അത് അവിടെ ജീവിച്ച പാരമ്പര്യത്തിന്റെ മണ്ണാണ്. ആ മണ്ണിന് വേണ്ടി പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിക്കുന്നവരാണ്. ഭക്ഷണപ്പൊതികളെ ഹെലികോപ്റ്ററുകളിൽ നിന്നും എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വാങ്ങുവാൻ ഓടുന്നവരാണ് അവർ. നാളെയുടെ കാഴ്ച എന്താണെന്നറിയാതെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി പെരുന്നാൾ ആഘോഷിക്കുന്നവരാണ് അവർ. അവരെ ഓർക്കാതെ ഒരു നിമിഷം പോലും നമ്മൾ ഈ ഈദ് സുദിനത്തിൽ മതിമറന്നുകൊണ്ട് ആഘോഷിക്കരുത്. ഭക്ഷണങ്ങൾ പാഴാക്കി കളയരുതേ, അതേപോലെ നമ്മുടെ വിഭവങ്ങൾ പാഴാക്കി കളയരുതേ. ആഹാരം ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ അനുസരിച്ച്, അവിടത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഇബ്രാഹിമി മില്ലത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമയോടൊപ്പം, അവിടത്തെ കുടുംബത്തോടൊപ്പം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, അവിടത്തെ പിൻപറ്റി ജീവിച്ച സ്വഹാബയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് മദ്രസ സംവിധാനമുണ്ട്. ആ മദ്രസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം. യഥാർത്ഥമായ മില്ലത്ത് ഇബ്രാഹിം അനുസരിച്ചുള്ള തൗഹീദ് പഠിപ്പിക്കുന്ന മദ്രസ സംവിധാനമാണ് നമ്മുടേത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന മദ്രസ സംവിധാനമാണ് നമ്മുടേത്. നമ്മുടെ മക്കളുടെ സ്കൂൾ സമയങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ സൺഡേ മദ്രസ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ, അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള മദ്രസ സംവിധാനമാണ് നമ്മൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കളെ ആ മദ്രസ സംവിധാനങ്ങളിലേക്ക് വിട്ട് സ്വാലിഹീങ്ങളായ മക്കളായി നമ്മുടെ മക്കളെ വാർത്തെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ ദിവസത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തുകളെ പിൻപറ്റുക. അതിൽപ്പെട്ട ഏറ്റവും വിപുലമായ സുന്നത്താണ് സ്വതക്ക നൽകുക എന്നുള്ളത്. ഈദ് ദിനത്തിലെ സ്വതക്കക്ക് പുണ്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് സ്വതക്കകൾ സ്വീകരിച്ചിരുന്നു.
സ്ത്രീകളുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതഖകൾ സ്വീകരിച്ചിരുന്നു. അവരവരുടെ കയ്യിലുള്ള ആഭരണങ്ങളും അവരവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും സ്വതഖ ചെയ്യുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ആ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ, ഈ മണ്ണിനെ സാഹോദര്യമുള്ള, സൗഹൃദമുള്ള ഈ രാജ്യത്തിന്റെ പാരമ്പര്യം നിലനിർത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വർഗീയ ശക്തികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഈ നാടിനെ വിഭജിക്കുവാൻ മനക്കോട്ട കിട്ടുന്നവരിൽ നിന്നും ഈ രാജ്യത്തെ, ഈ മണ്ണിനെ അല്ലാഹു തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ, അവർക്ക് അല്ലാഹു തആല മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്ക് അല്ലാഹു തആല അവരുടെ ബർസഖിന്റെ ലോകം വിശാലമാക്കി അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈമാനികമായ സ്ഥൈര്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഈമാനികമായ സ്ഥൈര്യവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഈ ഈമാനോട് കൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ഇബ്രാഹിമി മില്ലത്തിൽ ജീവിച്ച് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും ഈദാശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലാ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.